നമസ്കാരം. പ്രസവം കഴിഞ്ഞപ്പോൾ പഴയ ഷേപ്പ് ഒക്കെ പോയോ? കണ്ണാടി നോക്കുമ്പോൾ അയ്യോ എന്റെ വയറ് ഇങ്ങനെ ചാടിയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുവാണ്. ആ പഴയ ഒതുങ്ങിയ വയറൊക്കെ ഇനി സ്വപ്നം മാത്രമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ആ വിഷമം ഒന്ന് മാറ്റി വെച്ചേക്കും. നമ്മുടെ എല്ലാം അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ആ പഴയ ടോൺഡ് ആയിട്ടുള്ള വയറ് നമുക്ക് തിരികെ കൊണ്ടുവരാം. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. പ്രസവശേഷമുള്ള വയറ് ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അമ്മയാവുക എന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അല്ലെ? പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിലും ചില മാറ്റങ്ങളൊക്കെ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസവശേഷം വയറ് ചാടുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമൊന്നുമല്ല കേട്ടോ. മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. ഗർഭകാലത്ത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് സുഖമായി ഉറങ്ങാൻ, വളരാൻ വേണ്ടി വയറ്റിലെ മസിലും തൊലിയും എല്ലാം നന്നായി അങ്ങ് വികസിക്കും. പ്രസവം കഴിയുമ്പോൾ ഇതെല്ലാം പഴയപടിയാകാൻ കുറച്ചൊന്ന് സമയമെടുക്കും. ഇതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുകയോ കോൺഫിഡൻസ് കുറയുകയോ ഒന്നും വേണ്ട. കുറച്ച് ക്ഷമയും ശരിയായ കെയറും, ഒരു പോസ്റ്റ്മോർട്ടം കെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ രൂപത്തിലേക്ക് ഈസി ആയിട്ട് മടങ്ങിയെത്താൻ പറ്റും. നമ്മുടെ ഈ ഒരു സൂപ്പർ ഡ്രിങ്ക്, ഇതിന് വേണ്ട സാധനങ്ങളൊന്നും ഒരുപാട് ദൂരെ ഒന്നും പോയി തിരയണ്ട. നമ്മുടെ എല്ലാം കിച്ചണിൽ എപ്പോഴും കാണുന്ന ചെറിയ ജീരകം, കറുവപ്പട്ട, നാരങ്ങ, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രം മതി. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ മാത്രമല്ല, ദഹനം നന്നാക്കാനും ശരീരത്തിലെ ശരീരത്തിലെ വേണ്ടാത്ത വിഷാംശങ്ങളൊക്കെ പുറത്ത് കളയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഈ സൂപ്പർ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ദഹനം കൂട്ടാനും ഫാറ്റ് ബേൺ ചെയ്യാനും ഇടുവാണ് കേട്ടോ. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടി ചേർത്തോളൂ. കറുവപ്പട്ട നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിനെ കൂട്ടുകയും ഷുഗർ ലെവലിനെ കൺട്രോൾ ആയിട്ട് നിർത്തുവാനും സഹായിക്കുന്ന ഒന്നാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. മഞ്ഞളിലുള്ള കുർക്കുമിൻ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിക്കാൻ ബെസ്റ്റ് ആണ്. ഇനി ഈ മിക്സ് നന്നായിട്ട് തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1 ഗ്ലാസ് ആയിട്ട് അതിനെ വറ്റിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ച് തിളപ്പിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ ചേരുവയെല്ലാം നന്നായിട്ട് അതിന്റെ എസൻസ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലും, അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി വരണം. ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് അത് ബെറ്റർ ആവുക. വെള്ളം തിളച്ചൊരു ഗ്ലാസ് ആയി കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കി ഇതൊന്ന് പയ്യെ അരിച്ചെടുക്കുക. ചെറിയ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. വൈറ്റമിൻ ഡി ധാരാളമുള്ള നാരങ്ങ കൊഴുപ്പിനെ പുറന്തള്ളാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടീസ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർക്കാം, മധുരം കിട്ടാൻ വേണ്ടി. തേൻ ടേസ്റ്റ് കൂട്ടുക മാത്രമല്ല ചെയ്യുക, വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഈ ഡ്രിങ്ക് എപ്പോൾ കുടിക്കണം എന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞിട്ട് ടോയ്ലറ്റൊക്കെ പോയിട്ട് വെറും വയറ്റിൽ തന്നെ ചെറിയ ഇളം ചൂടോടുകൂടി കുടിക്കുന്നതാണ് നല്ലത്. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി. വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ശരീരത്തിലെ ടോക്സിൻസ് ഡീടോക്സ് ആവാനും അത് പുറത്തു പോകാനും ദഹനത്തിനെ എളുപ്പമാക്കാനും ഒക്കെ സഹായിക്കും. ഇത് എല്ലാ ദിവസവും രാവിലെ ഇതൊരു ശീലമാക്കാൻ പറ്റുന്നതാണ്. വയറ്റിലെ കൊഴുപ്പ് കുറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ ഡോക്ടറോടൊന്ന് ചോദിച്ച് നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇത് തുടങ്ങുക. പിന്നെ നമുക്കൊരു ഇരട്ടി ഇതിന്റെ ഒരു റിസൾട്ട് ഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പൊടിക്കൈയുണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഈ ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ ഒരു മാജിക്കും സംഭവിക്കില്ല, പക്ഷെ ഇതൊരു സഹായമാണ്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ആദ്യമായിട്ട് നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പഠിക്കാം. ഫൈബർ ധാരാളമുള്ള പഴങ്ങള്, പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ മധുരം കൂടിയതുമായിട്ടുള്ള ഡ്രിങ്ക്സ്, പാക്ക്ഡ് ഫുഡ്സ് ഒക്കെ കുറച്ചു കാലത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം കുടി. ഒരു ദിവസം ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കുന്നത് മെറ്റാബോളിസം കൂടുവാനും കൊഴുപ്പ് കുറയ്ക്കുവാനും കൊഴുപ്പ് പുറത്തു പോകാനും ഒക്കെ നല്ലതാണ്. പിന്നെ മുലയൂട്ടുന്നത്, കുഞ്ഞിന് മുലയൂട്ടുന്നത് വഴി ദിവസം ഒരു 300 മുതൽ 500 വരെ കലോറി കുറയുന്നുണ്ട്. ഇത് സ്വാഭാവികമായി തന്നെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ്. പിന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നടക്കാൻ പോയാലും അത് വലിയ വ്യത്യാസം ഉണ്ടാക്കും. ട്രെഡ്മില്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ഉറക്കം കിട്ടുക. ഓക്കെ, ഉറക്കം ഒരു വെല്ലുവിളിയാണെന്ന് അറിയാം അമ്മമാർക്ക്. എന്നാലും കിട്ടുന്ന സമയത്ത് നന്നായി ഉറങ്ങുന്നത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്യാനും അതുവഴി തടി കുറയ്ക്കാനൊക്കെ സഹായിക്കും. അത് അത്യാവശ്യവുമാണ്.
അപ്പോൾ നിങ്ങൾ ഈ സൂപ്പർ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രസവശേഷമുള്ള വയറ് കുറയ്ക്കാൻ ഇത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഇത് പരീക്ഷിച്ച് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയാൽ മറക്കാതെ തിരികെ വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.